ബാഹുബലി ദ എപ്പിക് ഇത്ര ഉണ്ടായിരുന്ന ഫ്രെയിം ഇത്ര ആയി. എപ്പിടി ഇല്ലാത്ത വിഷ്വൽസ് എങ്ങനെ വന്നു? ഐമാക്സ് എപ്പിക് PXL സ്ക്രീനുകളിൽ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിഷ്വൽസ് നമുക്ക് കാണാനാകുമോ? നമ്മുടെ നോർമൽ തിയേറ്ററിലെ സിനിമാസ്കോപ്പ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ബ്ലാക്ക് ബാറുകൾ വരുമോ? അതോ രണ്ട് ആസ്പെക്ട് റേഷ്യോയിലും ഈ സിനിമയ്ക്ക് റിലീസ് ഉണ്ടാകുമോ? ബാഹുബലി എപ്പിക്കിൻ്റെ റൺ ടൈം വരുന്നത് 3 മണിക്കൂർ 44 മിനിറ്റ്. ഈ പറഞ്ഞ ആസ്പെക്ട് റേഷ്യോസ്, കൂടുതൽ വിഷ്വൽസ്, ഇതൊക്കെ എങ്ങനെ വന്നു? നമുക്കൊന്ന് പരിശോധിച്ചാലോ? നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഇടതുവശത്താണ് നമ്മുടെ നോർമൽ തിയേറ്റർ, അതായത് സിനിമാസ്കോപ്പ്, നമ്മുടെ നോർമൽ തിയേറ്റർ വിഡ്ത്ത് കൂടുതലുള്ളത്. അവിടെ കാണുമ്പോൾ ഈ രീതിയിൽ കാണും. വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഐമാക്സ് എപ്പിക് PXL സ്ക്രീനുകളിൽ കാണുന്നത്. അവിടെ രണ്ട് സൈഡും ക്രോപ്പാക്കി ഒന്നും കളഞ്ഞിട്ടില്ല, പക്ഷേ കൂടുതൽ വിഷ്വൽസ് മേളിലും താഴെയും വന്നു. എങ്ങനെ? ഇല്ലാത്ത വിഷ്വൽസ് അവിടെ ഇപ്പോൾ ആഡ് ചെയ്തതാണോ? അല്ല എന്നാണ് അതിന് ഉത്തരം. അതായത് ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ തൊട്ടേ, അത് 2015 ഇറങ്ങിയ സിനിമയാണല്ലോ, അതിന് മുമ്പായിട്ട് 2010 കൂടിയിട്ടൊക്കെ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും മറ്റുമൊക്കെ തുടങ്ങി. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ രാജമൗലിക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു, മുന്നോട്ടുള്ള കാഴ്ചപ്പാട് കൂടുതലായിരുന്നു. അദ്ദേഹം അന്നേ ഐമാക്സിലോട്ട് ഇത് മാറ്റേണ്ടി വന്നാൽ മുന്നോട്ട് തന്നെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം അന്ന് ചെയ്തത്. അതായത് ഐമാക്സിലോട്ട് DMR ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തത് ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറയിൽ അന്നേ ഷൂട്ട് ചെയ്ത്, പിന്നെ കൂടാതെ 1.9 എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം റേറ്റിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ആ സമയത്ത് 2015 ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഐമാക്സ് അല്ലെങ്കിൽ എപ്പിക്ക് അങ്ങനെയുള്ള സ്ക്രീനുകൾ കുറവായിരുന്നു. അതുകൊണ്ട് അന്ന് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പം അദ്ദേഹം സാധാരണ നമ്മുടെ സിനിമാസ്കോപ്പ് രീതിയിലോട്ടാണ് ഇത് നമ്മുടെ തിയേറ്ററിൽ എത്തിച്ചത്. അപ്പോൾ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേളും താഴെ അങ്ങ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. അന്ന് ഇത് 1.90 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിൽ എടുത്ത് വെച്ചതുകൊണ്ട് ഇപ്പോൾ ഐമാക്സിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കൂടുതൽ വിഷ്വൽസ് കിട്ടി. അതേസമയം അന്ന് ചെയ്തപ്പോൾ 2.39 എന്ന് പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ ഉള്ളത്, നമ്മുടെ വൈഡായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞത്, ആ രീതിയിലാണ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐമാക്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും? ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ, കൂടുതൽ വിഷ്വൽസ് ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അന്നേ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്കിത് കിട്ടി. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഒരുപാട് വിശദാംശത്തിലോട്ടൊന്നും പോകുന്നില്ല. ഇതിന് മുമ്പ് ഡൈസി റായ് എന്ന് പറഞ്ഞ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് സിനിമാസ്കോപ്പ്, വലതുവശത്ത് കാണുന്ന ഐമാക്സ്. സിനിമാസ്കോപ്പിൻ്റെ സൈസ് വരുന്നത് 2.39:1, ഐമാക്സിൻ്റെ വരുമ്പോൾ 1.90:1. ഈ ഐമാക്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ടുള്ളതാണ്. ഫിലിമിലൊക്കെ വരുമ്പോഴത്തേക്കും കുറേ കൂടെ ഹൈറ്റ് ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല തൽക്കാലം. അപ്പം ഇവർ ഷൂട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, കാരണം ഞാൻ ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ അന്ന് തിയേറ്ററിൽ കണ്ടത്. റൈറ്റ് സൈഡിൽ കൂടുതൽ വിഷ്വൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഫ്രെയിം കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ? ഈ ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിങ്ക് കളറിലെ ഫ്രെയിം, ഇതവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ 1.90 എന്നുള്ള ഈ രീതിയിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. ഈ ആസ്പെക്ട് റേഷ്യോയിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരിങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ വെച്ചേക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവശ്യമായിട്ടുള്ള വിഷ്വൽസ് അതിനകത്ത് കൊള്ളിച്ചിരിക്കും. മനസ്സിലായോ? പിന്നെ അതുപോലെ ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ അവർ വിട്ടുവീഴ്ച ചെയ്യും, ശക്കല മേൽവശമൊക്കെ പോകും. എന്നാലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വിഷ്വൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ എന്നാലും അദ്ദേഹം ഐമാക്സിലോട്ട് നാളെ പോകണം എന്നൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് അദ്ദേഹം അന്നേ അത് ചെയ്തു. ഇതാണ് നമ്മുടെ ബാഹുബലിയിലെ ഫേമസ് സീൻ, പുറകിൽ നിന്ന് കുത്തുന്നത്. ഇതിനകത്ത് തന്നെ കണ്ടോ? അപ്പോൾ ഈ എപ്പിക്ക് അല്ലെങ്കിൽ ഐമാക്സ് പോലുള്ള തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വിഷ്വൽസ് കാണാം. അപ്പോൾ ഇത് റിലീസിന് നമുക്ക് കുറച്ചും കൂടെ വിഷ്വൽസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ക്രീനുകളുള്ള തിയേറ്ററിലോട്ട് പോവുകയേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയും സൗണ്ടൊക്കെ എന്തോ റീമിക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം കാണും. പക്ഷേ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഐമാക്സ് എപ്പിക്ക് PXL സ്ക്രീനുകളിലോട്ട് പോവുകയേ നിർവാഹമുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സംശയം കൂടി ഉണ്ട്. അതായത് നമ്മൾ നോർമൽ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും, അതായത് ഈ ഐമാക്സിന് വേണ്ടിയിട്ട് കൂടുതൽ വിഷ്വൽസ് ആഡ് ചെയ്തല്ലോ. അപ്പോൾ അത് നമ്മുടെ നോർമൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ, വൈഡായിട്ടുള്ള സിനിമാസ്കോപ്പ് തിയേറ്റർ സ്ക്രീനുകളുള്ള തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് രണ്ട് സൈഡിലും ബ്ലാക്ക് ബാറുകൾ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതില്ല. കാരണം ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഷോബു യാർലഗദ്ദ, ഇച്ചിരി പാടാ പറയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് 2 ആസ്പെക്ട് റേഷ്യോയിലും ഇത് ഇറക്കുന്നുണ്ട്. അതായത് നമ്മളെ നോർമൽ തിയേറ്ററിൽ കണ്ടാലും രണ്ട് വശവും
ഇങ്ങനെ രണ്ട് സൈഡിലും ബ്ലാക്ക് കാണത്തില്ല, ലോഗോ കണ്ടവർക്കറിയാം. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വൈഡായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോയും ഉണ്ട്. ഈ പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ 2 രീതിയിലാണ് ഇവരിറക്കുന്നത്. അതേസമയം ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് സിനിമാസ്കോപ്പിനകത്തുനിന്ന് ഇതെടുത്ത് മാറ്റാം. സിനിമാസ്കോപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു വിഷ്വൽ മാത്രമാണ് ഇവർ ഇറക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർമൽ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. നോർമൽ തിയേറ്ററിൽ വരുമ്പോൾ മിനിറ്റ് വെയിറ്റ് നോർമൽ തിയേറ്ററിൽ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ വരും. ആ ഒരു രീതിയിൽ മാത്രമാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ തിയേറ്ററിൽ വരും, ഇങ്ങനെ വരും, 2 സൈഡിലും ബ്ലാക്ക് വരും. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല, 2 റേഷ്യോയും ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പം ക്രോപ്പാക്കി കളയും, മേളും താഴെയും ക്രോപ്പായി പോകും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫുള്ളായിട്ടൊക്കെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ 44 മിനിറ്റാണ്. അപ്പോൾ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ബാഹുബലി ഫസ്റ്റും ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ബാഹുബലി 2ഉം അങ്ങനെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് പാട്ടുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒഴിവാക്കാൻ പറ്റുമല്ലാത്ത പാട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ചില സീനുകൾ കൂടുതലുണ്ട്. സീൻ എന്ന് പറയാനും മാത്രമൊന്നും കാണത്തില്ല, ചിലപ്പോൾ 1-2 ഷോട്ടുകൾ നമ്മൾ ആ കൂട്ടത്തിൽ അയ്യോ ഇതില്ലായിരുന്നല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക, അത്രയുള്ളൂ. അല്ലാതെ കൂടുതൽ വലിയ സീനുകളൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഡൈസിറായ എന്ന് പറയുന്ന സിനിമ 31-ാം തീയതി ഇറങ്ങും. ആ സിനിമ കാണുമ്പോഴത്തേക്കും 2 സൈഡിലും ബ്ലാക്ക് ബാറുകൾ ഉറപ്പായിട്ടും കാണും. നിങ്ങൾ ലോഗോ കണ്ടപ്പോഴും കാണുമല്ലോ. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ അവരങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഹൈറ്റ് കൂടിയതാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ ഈ വൈഡായിട്ടുള്ള ഫോർമാറ്റ് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. അത് നമ്മുടെ നോർമൽ തിയേറ്ററിൽ വരുമ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടും ഇല്ല. നമ്മുടെ 2 സൈഡിലും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നല്ലോ, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതങ്ങ് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ എന്താ കുഴപ്പം? അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെയാണെന്ന് വെച്ചാൽ കൊടുത്തേക്കാം. അതും കൂടെ പോയി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.